മോളുടെ പേര് മീനാക്ഷി എന്നാണല്ലേ? അതെ കുഞ്ഞെ. മീനാക്ഷിയുടെ അച്ഛൻ മരിച്ചിട്ടിപ്പോ ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിക്ക് പോയിട്ടാ ഇവളുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. 7-8 മാസം മുമ്പ് തീരെ വയ്യാതായി. ഇഷ്ടിക കളത്തി പണിയെടുത്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് ഇനി ഭാരിച്ച പണിയൊന്നും എടുക്കരുതെന്നാ. അതോടെ കുടുംബം പട്ടിണിയായെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ 1-2 വീടുകളിൽ പോയി ചില്ലറ പണിയൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഞങ്ങള് കഴിഞ്ഞുകൂടുന്നത്. മോള് ജന്മന തന്നെ ഇങ്ങനെയായിരുന്നു? അതെ. 1-2 വയസ്സ് വരെ ചെകിട് ചെറുതായിട്ടൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ കേൾവിശക്തി മൊത്തത്തിൽ പോയി. എന്തോ യന്ത്രം വെച്ചാ കുറച്ചൊക്കെ കേൾക്കാവുന്ന ഡോക്ടർമാര് പറയുന്നത്. പക്ഷെ അത്രയും വിലപിടിപ്പുള്ള മെഷീനൊക്കെ മേടിക്കാൻ ഞങ്ങൾക്ക് പാങ്ങൊന്നും ഇല്ലല്ലോ. പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് അപേക്ഷ വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് മെമ്പർ ഉറപ്പ് തന്നിട്ടുണ്ട്. ദേവി ഈ കുട്ടിയുടെ കാര്യമാണോ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞത്? പക്ഷെ ഈ കുട്ടി എന്നെ എങ്ങനെ സഹായിക്കും? തിരുമേനി പറഞ്ഞ ഞാൻ നിങ്ങളുടെ കാര്യമൊക്കെ അറിഞ്ഞത്. ഇപ്പൊ എന്താ അമ്മയും മോളും അമ്പലത്തിൽ പോവാത്തത്? പോണെന്നൊക്കെ ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ഞാൻ വരുമ്പോ വല്ലാണ്ട് വൈകും. ഇവളെ തനിച്ചു വിടാനും പറ്റില്ലല്ലോ. പിന്നെ 2 നേരം വീട്ടിൽ വിളക്ക് വെക്കും. ഈശ്വരനറിയാലോ നമ്മുടെ അവസ്ഥ. അമ്മ വിഷമിക്കണ്ട. എന്നെ കൊണ്ടാവും പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാം. വലിയ ഉപകാരം മോളെ. മോളെ ഭഗവതി കാക്കും. ഞാനെന്നാ ഇറങ്ങട്ടെ അമ്മ. മോളുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. മീനാക്ഷി, ഞാൻ പോട്ടെ. ആ വിക്രമ, ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ഓ ഭാഗ്യം, വണ്ടി സ്റ്റാർട്ടായി. താനൊന്ന് ഇറങ്ങിക്കേ, ഞാൻ ഓടിക്കാം. ശരി. ഇത് അയാളല്ലേ? അയാളെന്താ ഇവിടെ? അയാൾ ഈ വഴിക്ക് പോണമെങ്കിൽ ഇനി ചിലപ്പോൾ പ്രണവിനെ ഇവിടെ എവിടെയെങ്കിലും ആവും അയാൾ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ആ, മോള് പോയില്ലായിരുന്നോ? എന്താ തിരിച്ചു വന്നത്? ഈ വഴി അങ്ങോട്ട് ചെന്നാ എവിടേക്ക് എത്ത്? അത് സർക്കാർ വക ഭൂമിയെ മോളെ. അവിടെ പഴയൊരു ഗോഡൌൺ ഉണ്ട്. ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. എന്നാലും ഇടയ്ക്കൊക്കെ ആരോ അവിടെ വന്നു പോകുന്നുണ്ട്. എന്താ മോളെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ലമ്മേ, ഞാൻ ചോദിച്ചേ ഉള്ളൂ. എന്നാ വരട്ടെ. ആ ശരി. പവിത്രൻ ആ അമ്മ പറഞ്ഞ ഗോഡൌണിലേക്കാണ് പോയതെങ്കിൽ ഉറപ്പായും അവിടെ പ്രണവുണ്ടാവും. ഒന്ന് പോയി നോക്കിയാലോ?
നീ എന്താ ആഹാരമൊക്കെ കഴിച്ചില്ലേ? നിനക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നേ. പിന്നെ നമുക്ക് കുറച്ചു നേരം കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം. എന്താ? അമ്മേ, ദേവി, എന്നെ ഇയാളിൽ നിന്നും കാത്തോളണേ. എന്റെ മൂകാംബിക ദേവി, എന്നെ രക്ഷിക്കണേ. ദേവുട്ടി, നീ പരിഭ്രമിക്കണ്ട. നിന്നെ ഉപദ്രവിക്കാൻ ഇയാൾ ശ്രമിക്കുകയാണെങ്കിൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി നിനക്ക് ശക്തിയായി ഞാൻ കൂടെ ഉണ്ടാവും. ധൈര്യമായിട്ടിരുന്നോളൂ. എന്താ കണ്ണടച്ച് കളിക്കാണോ? നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. എത്ര നാളായി നിന്നെ ഞാനൊരു മോഹമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. മര്യാദയ്ക്ക് നിന്റെ വീട്ടുകാരോട് ഞാൻ ആലോചിച്ചപ്പോ നിന്റെ അച്ഛനും നിനക്കും ഒന്നും അതിന് താല്പര്യമില്ല. പക്ഷേ ഭാഗ്യം എന്റെ കൂടെയാ. അതുകൊണ്ടല്ലേ ഇതുപോലൊരു സ്ഥലത്ത് നിന്നെ എനിക്ക് തനിച്ചു കിട്ടിയത്. നിന്റെ പോരായ്മകളൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നീ സമ്മതിച്ചാൽ ഇപ്പോഴും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ. എന്താ, നിനക്ക് സമ്മതമല്ലേ? ഇങ്ങനെ മസിൽ പിടിക്കാതെ മോളെ, ഈ ചേട്ടൻ പറയുന്നൊന്ന് അനുസരിക്ക്. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം.